നമസ്കാരം. എന്തിന്റെ വിശേഷം? എല്ലാരും സുഖമായിരിക്കുന്നല്ലോ എന്നൊന്നും പറഞ്ഞ് ഞാൻ തുടങ്ങുന്നില്ല ചേട്ടാ. എന്നെ വീണ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ഡമ്മി പോലെ ഇവിടെ ഒന്ന് പറയുന്നേ ഉള്ളൂ. എന്താ പറയണ്ടേ വീണ? എന്താ പറയണ്ടേ? ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ? ഇന്ന് രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് കയറ്റി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കുക. അപ്പൊ പിന്നെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞ് കുറെ നേരമായി പറയുന്നു. അപ്പൊ അതിനു വേണ്ടി ഒരു ഇൻട്രോ എടുക്കാം അല്ലേ? അപ്പൊ ഇന്നത്തെ എന്താ ഉണ്ടാക്കിയത്? കോംബോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന കറി. അത് ഉരുളൻകിഴങ്ങ് ക്യാപ്സിക്കം ഇല്ലാത്ത ഉരുളൻകിഴങ്ങുള്ള മസാല, പിന്നെ ഈസി ചന്ന മസാല, ഉള്ളിയൊന്നും ഇല്ലാത്ത ചന്ന മസാല, വൺ പോട്ട് ചന്ന മസാല, പിന്നെ പച്ചച്ചോറ്. അതെന്തിനായിരുന്നു ചപ്പാത്തിയുടെ കൂടെ ഭംഗിക്ക് വെച്ചു. പിന്നെ തൈര്, പിന്നെ സവാള വട്ടത്തിലെരിഞ്ഞത്, പച്ചമുളക്. ഇതില് പച്ചമുളകും സവാളയും ഈ എന്താണ് മറ്റേ ചന മസാലയും മാത്രം മതി ശരിക്കും കഴിക്കാൻ. ആ ഉരുളൻകിഴങ്ങ് പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റിന്. അപ്പൊ ഇതാണ് ഇന്നത്തെ വിഭവം. കൂടുതലൊന്നും പറയണ്ടല്ല, എല്ലാരും ഉണ്ടാക്കി നോക്ക. ഷെയർ ചെയ്യണ്ട. അവനാണ് കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റില്ല. വീഡിയോ ഷെയർ ചെയ്തിട്ടല്ലേ. അപ്പൊ ശരി, വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയുള്ള കോംബോ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ പൊട്ടറ്റോ ക്യാപ്സിക്കം മസാല ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് ഞാൻ ക്യാപ്സിക്കം എടുക്കുന്നില്ല. പൊട്ടറ്റോ മാത്രം ആയിട്ട് ചെയ്യാൻ പോകുന്നതാണ്. പൊട്ടറ്റോ മസാല നല്ല ഡ്രൈ വേർഷനാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ചെയ്യാൻ പോകുന്നത് വെള്ളക്കടല, അതായത് ചന മസാല, ഈ കുക്കർ വേർഷൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന 2 കറികളാണ് ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഞാൻ കോംബോ ആയിട്ട് തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ്. ആദ്യം നമുക്കിതങ്ങ് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടി കണ്ടിട്ട് അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഓഫ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇനി നമുക്ക് ചന മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 1.25 ഗ്ലാസ് വെള്ളക്കടല എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വെള്ളക്കടല അല്ലെങ്കിൽ ഏതെങ്കിലും കടല അല്ലെങ്കിൽ പയർ സോക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. എന്താ ചെയ്യേണ്ടത്? 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ നന്നായി അങ്ങ് തിളപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് വീർത്ത് വരും. അതിനുശേഷം നമുക്ക് സാധാരണ പോലെ കുക്ക് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇത് ഞാനിപ്പോൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. 1 പോട്ട് കറിയാണ്. അതായത് നിങ്ങൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി കണ്ട് നമ്മൾ അരച്ചിട്ട് ഇതിലോട്ട് അങ്ങ് ചേർത്ത് അങ്ങ് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അരയ്ക്കാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് വേണം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സവാള എന്ന് പറയുമ്പോൾ 2 വലിയ സവാളയും ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം തന്നെ, ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. എല്ലാം നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ വലിയ ജാറിലോട്ട് അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ അരിയുന്നത് ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും അരയ്ക്കാനുള്ളതല്ലേ. 3 സവാള അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 5 പേർക്കൊക്കെ കഴിക്കുന്ന ഒരു കറിയുടെ അളവാണ്. അതിനേക്കാളും കൂടുതൽ പേർക്കും കഴിക്കാം. കാരണം ഞാനിത് 2 നേരം എനിക്ക് കഴിക്കാനുണ്ടാവും. എനിക്കെന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ കുടുംബത്തിന് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ആദ്യം ഇട്ടിരിക്കുന്ന വീഡിയോയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട്. ഇത് കുറച്ചും കൂടി ഈസിയാണ്. എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ സവാള ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളി. ഞാനിവിടെ ഒരു വലിയ തക്കാളിയും 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു പുളി ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പുളിയുടെ പ്രിഫറൻസ് അനുസരിച്ച് തക്കാളിയുടെ എണ്ണത്തിൽ മാറ്റം വരുത്തണം. അപ്പോൾ ഞാനിവിടെ ഇതിപ്പോൾ എൻ്റെ തക്കാളിക്ക് അത്ര വലിയ പുളിയെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പുളിയാണെന്നുണ്ടെങ്കിൽ ഇത്ര എടുക്കണമെന്നില്ല. അപ്പോൾ തക്കാളിയും ഇതേപോലെ തന്നെ അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കുക. തക്കാളിയുടെ ഈ മിഡിൽ പോർഷൻ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഇതേപോലെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ്. അതും അരിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്തായാലും നന്നായിട്ട് അരഞ്ഞു വരുന്നതാണ്. അത് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ചെറിയ പച്ചമുളക്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗരം
ഗരം മസാലയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ നല്ല മുളക് പൊടി, വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നില്ല, സാധാരണ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ, ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ജീരകം എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. മൊത്തത്തിലുള്ള ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം വെള്ളം, കുറച്ച് കസൂരി മേത്തി, അതായത് ഉലുവയില ഉണക്കിയത്, അതും ചേർത്ത് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാതിരിക്കാം, പക്ഷേ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതായത് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരണമെങ്കിൽ ഈ ഉലുവയില ഇടണം, അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെനയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സെയിം റെസിപ്പി കറുത്ത കടല വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടം വെള്ളക്കടല ആയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വെള്ളക്കടല എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിയുടെ കൂടെ ഉപ്പ് നോക്കാം, കുറച്ചും കൂടെ ഉപ്പാവാം. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 6 വിസിൽ, അതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്തിടാം. പിന്നെ നമുക്ക് തുറന്നിട്ട് ഇതൊന്ന് നന്നായിട്ടങ്ങ് വീണ്ടും തിളപ്പിക്കണം. എന്നിട്ട് അവസാനം കുറച്ച് മല്ലിയിലയും കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചങ്ങ് എടുക്കാം. അത്രയുള്ള പരിപാടി, വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് നമ്മുടെ പൊട്ടറ്റോ അവിടെ കുക്കായി കിട്ടും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇത് പൊട്ടറ്റോൻ്റെ വിസിൽ വരുന്നുണ്ട്. അത് 2 വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം. ഞാൻ അടച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. നമ്മൾ വിസിലൊക്കെ വന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടായിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടാവട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് സവാള വളരെ നൈസാക്കി അരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ നൈസാക്കി അരിയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് 3 എണ്ണം ഇടുന്നുണ്ട്. അതേസമയം വലിയ പച്ചമുളകാണെങ്കിൽ 1 അല്ലെങ്കിൽ 2 ഇട്ടാൽ മതി. കീറിയിട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഗോൾഡൻ കളർ ആവുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇത് എന്താ പറയുക, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന, അതേസമയം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ക്യാപ്സിക്കം കൂടി ഇട്ടിട്ടായിരുന്നു അന്ന് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇത് പലരും പറഞ്ഞു, ചേച്ചി ഞങ്ങളേത് ക്യാപ്സിക്കം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ക്യാപ്സിക്കം ഇല്ലാണ്ട് ഞാൻ പൊട്ടറ്റോ മാത്രം വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് തീ വെക്കേണ്ടത്. ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ മറന്നതൊന്നുമല്ല, നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ഇടാത്തതാണ്. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി തീ കുറയ്ക്കാം. ചെറിയ തീയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. വേറെ ഒരു തരത്തിലുള്ള പൗഡേഴ്സ് നമ്മളിതിൽ ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ചേർക്കുന്നില്ല, ഗരം മസാല ചേർക്കുന്നില്ല. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കറിയിൽ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അതായത് 1 മിനിറ്റോളം നമുക്ക് വഴറ്റിയെടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇടാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മുളക് പൊടിയുടെ ഒരു ഇച്ചിരി കൂട്ടി കൊടുത്താൽ മതി. 1/2 ടീസ്പൂണിനേക്കാളും ഒരു ഇച്ചിരി കൂടി കൂട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എന്ന് പറഞ്ഞാൽ ചെറിയ തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. 2 ചെറിയ തക്കാളി, 2 ചെറിയ നല്ല പഴുത്ത തക്കാളി അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയൊരു പുളി വേണമല്ലോ ഇതിന്. പിന്നെ മല്ലിയില ഞാൻ അവസാനം ഇടുന്നുള്ളൂ, മല്ലിയില കുറച്ച് മാത്രം. ഇതിൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ഇതിൽ കറിവേപ്പില ഇട്ടിട്ട് നാടൻ കറിയാക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഇതിലേക്ക് അതുപോലെ തന്നെ കസൂരി മേത്തി നേരത്തെ ചേർത്തില്ല, അതുപോലെ തന്നെ ഇതിലും കുറച്ച് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട്. പക്ഷേ അത് ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ കറിവേപ്പില മാത്രം ഇട്ട് നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ 2 തക്കാളി ചെറുത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അതങ്ങ് കുക്ക് ചെയ്യാം. തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് ഇപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോ തുറന്ന് വെച്ചിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. ആ പൊട്ടറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റാം. അവിടെ കുക്കർ വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ തക്കാളി വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് വരട്ടി എടുക്കണം.
നിങ്ങൾ ചെയ്തവർക്ക് അറിയാൻ പറ്റും, ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. നല്ലതായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഹൽവ പോലെ ഇങ്ങനെ വരണം. ആ പരുവാവുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് നമുക്ക് വരട്ടിയെടുക്കാം. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഗരം മസാലയൊക്കെ ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ഞാനിപ്പോൾ എന്തായാലും ഗരം മസാല ചേർക്കുന്നില്ല. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കസൂരി മേത്തി. ഞാൻ പറഞ്ഞ പോലെ അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അവസാനം മാത്രം കുറച്ച് മല്ലിയില ഇട്ട് തൂക്കി നമുക്ക് അലങ്കരിക്കാം. എണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, അതായത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വരട്ടി സമയം എടുക്കും ഇത്, അതായത് ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും നന്നായി ഇങ്ങ് വരണ്ട് വരാൻ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അപ്പുറത്ത് കടലക്കറിയുടെ വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിന് കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ മസാല ഏകദേശം ആവാറായിട്ട്. എൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഒരു ചുവന്ന കളറായിരുന്നു. ഇതിപ്പോൾ വരണ്ട് കളറൊക്കെ ഇങ്ങനെ മങ്ങി തുടങ്ങി, ചെറിയൊരു ബ്രൗണിഷ് കളറിലോട്ട് വന്നു തുടങ്ങി. അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിട്ടു വരണം ഈ പാത്രത്തിൽ നിന്നും. അപ്പോൾ ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഞാനിപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എരിവും ഉപ്പും എല്ലാം എനിക്ക് പാകത്തിനായിട്ടുണ്ട്, പുളിയും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ചൂടാറുമ്പോൾ കുറച്ചും കൂടെ അങ്ങ് തിക്കായിട്ട് മാറും. ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ ഇതൊരു നമ്മുടെ ചപ്പാത്തിയിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് റോളായിട്ട് കൊടുത്തു വിടാറുണ്ട്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ടിഫിനും കൂടിയാണ്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കടല വെന്തോന്ന് നോക്കാം കേട്ടോ. നല്ല കുക്കായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് തന്നെ. നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ നേരം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം, തിളപ്പിക്കണം. കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് നന്നായി ഇത് തിളയ്ക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി ഇതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുള്ളൂ. ഒരു റോ സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അത് ഒന്ന് നോക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇതിലോട്ട്. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മതിയാകും. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലേ, തണുത്ത് നല്ല ഡ്രൈ ആയിട്ട് നല്ല രസമായിട്ട് നല്ല കളറായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിന് പുളി നോക്കിയിട്ട് പുളി കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അല്പം പുളിയുടെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ചെറുനാരങ്ങ നീര് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് അത് റെഡി ആവുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി ഇതേ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മതിയാവും കേട്ടോ. ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എണ്ണ അധികം ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മേലെ ഇങ്ങനെ തെളിഞ്ഞ് വരും. പിന്നെ ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഓഫ് ചെയ്യാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം ഇതിൻ്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി, അതിനനുസരിച്ച് വേണം ഇത് തീരുമാനിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. അതൊക്കെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കയ്യിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് കുറച്ച് ഉടച്ചും കൊടുക്കാം. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് അങ്ങ് എടുക്കാൻ പോവാണ് കേട്ടോ, ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെറുനാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ രീതിയിലും ചെയ്യാം. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു ചെറുനാരങ്ങയുടെ ഒരു കഷ്ണം കൊടുത്താലും മതി. ഞാൻ പക്ഷേ ഒരു ഇച്ചിരി കൂടെ ഒഴിക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് ഓഫ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇതിൻ്റെ ഫൈനലായിട്ട് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. നേരത്തെ നോക്കിയപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കസൂരി മെത്തി വേണമെങ്കിൽ കുറച്ചും കൂടെ കസൂരി മെത്തി ഇതിൻ്റെ മേലെ കൂടെ തൂക്കി കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. പിന്നെ അവസാനമായിട്ട് ഒരു നുള്ളു പഞ്ചസാര കേട്ടോ, നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ അങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കോംബോ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയാണ് കേട്ടോ. എന്നിട്ട് പോലും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീണാസ് കറിവേളിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഈസി ആയിട്ടുള്ള സോഫ്റ്റ് ചപ്പാത്തി വീഡിയോ കാണാൻ മറക്കരുത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തരാം. പിന്നെ ഞാൻ കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്, ബസ്മതി റൈസ് തന്നെയാണ്. ഞാനിപ്പോൾ ഭംഗിക്ക് വേണ്ടി ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ റൈസ് ഒന്നും ഇതിൻ്റെ കൂടെ കഴിക്കാറില്ല. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കോംബോ എന്ന് പറയുമ്പോൾ റൈസ് ഉണ്ടാവാറുണ്ട് സാധാരണ രീതിയിൽ. പിന്നെ കുറച്ച് 2 സ്ലൈസ് സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ പിഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് ലെമൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് ഒരു പാത്രത്തിൽ, പിന്നെ എല്ലാം കുഞ്ഞു പാത്രത്തിലാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ കടലക്കറി, അതായത് ചന മസാല ഒഴിച്ചു കൊടുക്കാം. 1 പോട്ട് ചന മസാല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചന മസാല. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ മസാല, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി, ഈസി ആയിട്ടുള്ള നമ്മുടെ കോംബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമല്ലേ ചെയ്യാൻ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈവൻ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അതായത് തനിയൊക്കെ വീട് എടുത്ത് താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കറികളൊക്കെ ഒന്ന് ഇടാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കറികളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പൊട്ടറ്റോ ഇത്രയും ഡ്രൈ ആക്കണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. ഡ്രൈ ആക്കാൻ വേണ്ടി മാത്രമേ സമയം എടുത്തിട്ടുള്ളൂ, അല്ലാതെ സമയം എടുക്കില്ല. അതുപോലെ തന്നെ ഇത് കടലക്കറി ആണെങ്കിലും കുക്കറിൽ വേവിച്ച് വെക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചപ്പാത്തി ഇപ്പോൾ നിങ്ങൾ ചിലർ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നവരായിരിക്കും, അറിയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ
പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ടില്ലേ ചപ്പാത്തിയൊക്കെ തൊടുമ്പോഴേക്കിനും ഇങ്ങനെ സോഫ്റ്റായിട്ട് പോരുന്ന ചപ്പാത്തിയാണിത്. ഞാൻ പറയുമ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. ഞാൻ രാത്രി ഇപ്പോൾ ഉണ്ടാക്കി വെക്കും ചപ്പാത്തി, കാരണം രാവിലെ എല്ലാം കൂടി എനിക്ക് നടക്കണില്ല പണികൾ. അപ്പോൾ അത് ഓരോ ദിവസത്തിനനുസരിച്ച്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കടലക്കറിയിൽ മുക്കി കഴിക്കുകയാണ്. അടിപൊളി. അങ്ങനെ പൊട്ടറ്റോ അതും അടിപൊളി, ഒന്നും പറയാനില്ല, അത്രയും നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ എല്ലാവരും പറയും, കുറേ പേര് എൻ്റെ അടുത്ത് പറയും സ്വയം പൊക്കിയാണല്ലോ, സ്വയം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് വാവെന്ന് പറയണാണല്ലോ. സത്യമാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ലതിനെ നല്ലതെന്ന് പറയാൻ. കാരണം ഇത് നല്ലതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Hazelnut. Hazelnut is good. I don't know. That's good. It is supposed to be the contents of it, but I don't argue that. What does it cook? Cake. Wait till my mom. murder the cake. Murder the cake. I mean, since you're also one of the main Next to 10th grader. no, but he was also one of the main people. എല്ലാ പിള്ളേരും ചെയ്തോട്ടെ. നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ മൊത്തം. Millennials together. Congratulations. Congratulations. It's not gonna be scary. You're holding my hand. I think this is Prero Rashero. Good Thank you, job. Agnes. Good job. You cut a cake. Achievement unlocked. Good job. You ate the cake. Achievement unlocked. The cake is a lie. You all of you guys have cut. Now study like you have to cut a cake. Achievement No, unlocked. we are not achievement. So you cut for the cake in eighth advance. time. Cut the cake. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുക്ക്. Yeah. Da, da, da. First goes to. How are you gonna take that out? Yeah, that is. So it's so Why? thick. Why? First divide it. Always. You started it, so. That will be a little adventurous. അത് വേണ്ടടാ. No, You can cut divide it the other way. Divide it between Slap mom and dad. And just slap it. So that no conflict. Or slap it on their face. അത് ഇനി പുറകെ കേട്ടോ. Slather. ഇത് കൊടുക്കണ്ടേ? Like you slather with butter. Acha. അച്ഛൻ്റെ വായിൽ വെച്ച് കൊടുക്ക്. So. കത്തി വേണ്ട, കൈ കൊണ്ട് വെച്ച് കൊടുക്ക്. എന്താ അച്ഛനെ ഇങ്ങനെ? ഇങ്ങനെ It's വെച്ച് equal കൊടുക്കടാ. now. Now take please. Okay. അച്ഛന് വായിൽ വെച്ച് കൊടുക്ക്. അത് മോന്റെ വായിൽ വെച്ച് കൊടുക്കാ. Now that's very. Acha no I prefer to face. do that on omelets, but Ah. so it will be fun. Okay. പിന്നെ അമ്മ Anand, stop shivering. You don't have Parkinson's. ഓ Yeah, Oh, really? notebook. Yes.